സർ, മഹാത്മാഗാന്ധിയുടെ സങ്കല്പമായിരുന്നു ഗ്രാമസ്വരാജ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞങ്ങൾ പഞ്ചായത്തിലായി നടപ്പാക്കിയത്. അതാണ് രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്ത് നടന്നത് എന്നാണ് നിങ്ങളെല്ലാവരും വലിയ തോതിൽ മേനിതടിച്ചിരുന്നത്. പക്ഷേ രാജീവ് ഗാന്ധിയെ അടക്കം ഇപ്പോൾ ഉപേക്ഷിക്കുന്ന നിലയാണ് വന്നിട്ടുള്ളത്. 2025-26 ബജറ്റിൽ അന്നത്തെ സർക്കാർ വച്ചിരുന്ന തുകയുടെ എത്രയാ കുറച്ചത്? 3-ാം ഗഡു കൊടുത്തില്ല. എത്രയാ 3-ാം ഗഡു? 2150 കോടി രൂപ കൊടുക്കാതെ പോയവരാണ് നിങ്ങൾ. എന്നിട്ട് 2150 കോടി രൂപ കൊടുക്കാതെ ഭരണം വിട്ടുപോയ ആളുകൾ 1533 കോടി രൂപ പ്ലാനിൽ കുറച്ചതിനെ ചോദ്യം ചെയ്യാം. സർ, ഇവിടെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ 3-ാം ഗഡു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാൻ കഴിയാതിരുന്നത് അത് തീർത്തും വ്യക്തതയുള്ള കാര്യമാണ്. മാർച്ചിലാണ് 3-ാം ഗഡു നൽകാൻ ഉദ്ദേശിച്ചിരുന്നത്. സാധാരണ നിലയിൽ സർക്കാരിൻ്റെ പ്ലാൻ ഗ്രാൻറ്റ് 3 ഗഡുക്കളായി നൽകുന്നതിനാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുള്ളത്. ഈ 3-ാമത്തെ ഗഡു അനുവദിച്ച് നൽകുന്നതിന് തടസ്സമായി വന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണ്. അതുള്ളത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അനുമതി ചോദിച്ചു. പക്ഷേ അനുമതി ലഭിച്ചില്ല. അതുകൊണ്ടാണ് ഈ 3-ാം ഗഡു അനുവദിക്കാൻ കഴിയാതിരുന്നത്. സർ, ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ പറയുന്ന തുക അനുവദിക്കുന്നതിന് പ്രയാസമുണ്ടോ? കഴിഞ്ഞ സാമ്പത്തിക വർഷാവസാനം 6000 കോടിയോളം രൂപ നീക്കിയിരിപ്പുണ്ടല്ലോ. സ്വാഭാവികമായും അതിൽ നിന്ന് സ്പില്ലോവറായി 3-ാം ഗഡു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാവുന്നതാണ്. ഇതേവരെ അതിന് തയ്യാറായിട്ടില്ല. സർ, അതിൻ്റെ നടപടിയാണല്ലോ സർക്കാർ സ്വീകരിക്കേണ്ടത്. സർ, ഇവിടെ 2022 ഇറങ്ങിയ സർക്കാർ ഉത്തരവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലുണ്ടാകും. ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ പരിശോധിക്കേണ്ടതാണ്. 19/4/2022 GOMS 84/2022/LSGD ഇതിൽ സർക്കാർ നീക്കിവെക്കുന്ന ഫണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സാങ്കേതിക കാരണങ്ങളാൽ നഷ്ടപ്പെടരുത് എന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. സർ, അത് ഇപ്പോഴും പ്രാബല്യത്തിലുള്ള കാര്യമാണ്. അപ്പോൾ ഈ തുക സ്പില്ലോവറായി അനുവദിച്ചാൽ ഇപ്പോൾ ശ്വാസം മുട്ടി നിൽക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നേരെ ചൊവ്വേ ശ്വാസം കഴിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. അതിനുള്ള നടപടി എടുക്കുമെന്ന് ഇപ്പോഴും അദ്ദേഹം പറയുന്നതായി കാണുന്നില്ല. സർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ധനവിനിയോഗത്തിന് വലിയ പ്രയാസം നേരിട്ടിരുന്നു എന്നത് അറിയാത്തയാളല്ല മുഖ്യമന്ത്രി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സർ, ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2026 ജനുവരിയിൽ LDF സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 10,189 കോടി രൂപയാണ് പ്ലാനിൽ വകയിരുത്തിയിരുന്നത്. സർ, അതാണ് പുതുക്കിയ ബജറ്റിൽ 8,655 കോടി 45 ലക്ഷമായി വെട്ടിക്കുറച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലെ, മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതുപോലെ 1,533 കോടി രൂപയുടെ കുറവാണ് പ്ലാൻ വിഹിതത്തിൽ വന്നിരിക്കുന്നത്. സർ, ഇവിടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ പ്രശ്നം അദ്ദേഹം പറഞ്ഞു. ഇരിക്കട്ടെ, പൊതുവിഭാഗങ്ങൾക്കുള്ള പ്ലാനിൽ 1,261 കോടി 40 ലക്ഷം രൂപ ഇപ്പോൾ
കുറവ് വന്നിട്ടുണ്ടല്ലോ. അത് കുറവായിട്ട് തന്നെ കിടക്കുകയാണ്. ആ കുറവ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ വല്ലാതെ ബാധിക്കുന്നതാണ്. 2011-16 ബജറ്റ് വിഹിതവും 2016-21 കാലത്തെ ബജറ്റ് വിഹിതവും 2021-26 കാലത്തെ ബജറ്റ് വിഹിതവും പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് LDF സർക്കാർ എന്തോ വല്ലാതെ കുറവ് വരുത്തി എന്നൊരു ധ്വനിയിൽ അദ്ദേഹം സംസാരിച്ചല്ലോ. സർ, 2011-16 കാലത്ത് UDF സർക്കാരായിരുന്നു. ആ കാലത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് 5 വർഷത്തെ പ്ലാൻ സൈസ് 83,020 കോടി രൂപയായിരുന്നു. അന്ന് ചെലവാക്കിയത് 78,275 കോടി രൂപ, അതായത് 94.28%. സർ, 2016-21 കാലത്ത് 1,37,870 കോടി രൂപ വകയിരുത്തി. 1,41,074 കോടി രൂപ ചെലവാക്കി. സർ, എത്രയാ ശതമാനം? 102.32%. ഇതാണ് വ്യത്യാസം. അപ്പോൾ ബജറ്റ് വിഹിതത്തേക്കാൾ 3,204 കോടി രൂപ അധികമായി ചിലവാക്കി എന്നർത്ഥം. ഇനി കഴിഞ്ഞ 5 വർഷം 2021-26 1,51,220 കോടി രൂപയായിരുന്നു. അതിൽ ചെലവ് ചെയ്തത് 2,04,911 കോടി രൂപ എന്ന് പറഞ്ഞാൽ 135.5%. ഇതാണ് LDF കാലം. വകയിരുത്തിയതിനേക്കാളും കൂടുതൽ ചെലവിടുകയായിരുന്നു. ഇതെന്തുകൊണ്ടാണ് കഴിഞ്ഞത്? ഈ പറഞ്ഞ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് സ്പിൽ ഓവറായിട്ട് പിന്നീട് അനുവദിച്ചിരുന്നു. അത് പിടിച്ചു വെച്ചിട്ടില്ല, അത് കട്ട് ചെയ്തിട്ടില്ല. അത് പൂർണ്ണമായിട്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ മരവിപ്പ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയാണ്. സർ, ഇവിടെ റവന്യൂ കമ്മി ഗ്രാന്റ്, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്, അത് ലഭിക്കാത്തതിൻ്റെ കുറവും അതിൻ്റെ ഭാഗമായി പ്ലാൻ സൈസിൽ വന്ന കുറവും അദ്ദേഹം പറയുകയുണ്ടായി. സർ, 2024-25, 2025-26, 2026-27 ഈ വർഷങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്തിന് റവന്യൂ കമ്മി ഗ്രാന്റ് ലഭിച്ചിരുന്നില്ല. ആ റവന്യൂ കമ്മി ഗ്രാന്റ് ലഭിച്ചില്ല എന്നുള്ളത് കൊണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വീതം നമ്മൾ വെട്ടിക്കുറച്ചിട്ടില്ല. ഇവിടെ ഈ വർഷങ്ങളെടുത്താൽ 2024-25 30,370 കോടി, 2025-26 32,500 കോടി, 2026-27 35,750 കോടി. ഈ ക്രമത്തിലാണ് ഗ്രാന്റ് അനുവദിച്ചിരുന്നത്. സർ, അപ്പോൾ റവന്യൂ കമ്മി ഗ്രാന്റിനെ പ്ലാൻ സൈസുമായി ബന്ധിപ്പിക്കേണ്ട കാര്യം വരുന്നില്ല. അതുമായി ബന്ധിപ്പിക്കാതെ തന്നെ ഇത് നൽകേണ്ട കാര്യമാണ്. മാത്രമല്ല, ഒരു സൗകര്യം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. 16-ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് ചില്ലറ വരുമാനം നമുക്ക് കൂടുമല്ലോ. 10,000 കോടിയോളം രൂപ അധികം കിട്ടുന്ന നിലയുണ്ടല്ലോ. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. സർ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് പണം കുറയുന്നു എന്ന് വരുമ്പോൾ, അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് വരുമ്പോൾ, അതിൻ്റെ ഭാഗമായി അവിടെ മുൻഗണന അർഹിക്കുന്ന ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, പാലിയേറ്റീവ് രോഗികൾ, കിടപ്പ് രോഗികൾ, അതിദരിദ്രർ, അഗതികൾ, വനിതകൾ, ഇങ്ങനെ വിവിധ വിഭാഗങ്ങൾക്ക് നൽകേണ്ട സേവനങ്ങളും ആനുകൂല്യങ്ങളുമാണ് നൽകാൻ കഴിയാതെ വരുന്നത്. സർ, ഇവിടെ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ കഴിഞ്ഞ ബജറ്റിൽ വകയിരുത്തിയിരുന്ന തുക അതനുസരിച്ച് വിവിധ പദ്ധതികൾ അംഗീകരിച്ചിട്ടുണ്ട്. വാർഡ് സഭകൾ ചേർന്നുകൊണ്ടാണ് ആ പദ്ധതിയുടെ നിർവഹണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഇത് ഇല്ലാതാകുമ്പോൾ പാലിയേറ്റീവ് കെയർ, ഡയാലിസിസിന് വിധേയരായവർക്കുള്ള സഹായം, കോക്ലിയർ ഇംപ്ലാന്റേഷൻ, കുടുംബശ്രീ ജനകീയ ഹോട്ടലുകളുടെ തുറന്നടത്തിപ്പ്, വയോമിത്രം പദ്ധതി, ബഡ്സ് സ്കൂൾ പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് വരുന്നത്.
സർ, ഇത് അടിയന്തരമായി തിരുത്തേണ്ടതാണ്. അദ്ദേഹം തിരുത്തുമെന്നൊരു വാചകമേ കണ്ടില്ല, അതിൻ്റെ ഒരു സമീപനവും കണ്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ നെഹ്റുവിയൻ നയം നേരത്തെ ഉപേക്ഷിക്കുന്ന നില സ്വീകരിച്ചു. ഇപ്പോൾ ഗാന്ധിയെയും കൂടി ഉപേക്ഷിക്കുന്ന നിലയാണ് വരുന്നത്. സർ, മഹാത്മാഗാന്ധിയുടെ സങ്കല്പമായിരുന്നു ഗ്രാമസ്വരാജ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞങ്ങൾ പഞ്ചായത്തിനായി നടപ്പാക്കിയത്. അതാണ് രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്ത് നടന്നത് എന്നാണ് നിങ്ങളെല്ലാവരും വലിയ തോതിൽ മേലിനടിച്ചിരുന്നത്. പക്ഷേ രാജീവ് ഗാന്ധിയെ അടക്കം ഇപ്പോൾ ഉപേക്ഷിക്കുന്ന നിലയാണ് വന്നിട്ടുള്ളത്. സർ, ഈ നിലപാട് നിർഭാഗ്യകരമാണ്. ഇത് തിരുത്തേണ്ടതാണ്. ഇതിൻ്റെ ഭാഗമായി തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഗവൺമെന്റിന്റെ ഈ ജനദ്രോഹ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അത് തിരുത്തുമെന്ന ഒരു സൂചന പോലും മുഖ്യമന്ത്രി നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും വാക്കൗട്ട് നടത്തുകയാണ്.